തള്ളവിടെ ഒക്കെ പരത്തിട്ടാണ് പോയിക്കണു. ഞാളെപ്പോലെ ചക്ക വേണം നടക്കണം, ചക്ക നിൽക്കണം പോയിക്കണു. നന്നാക്കാൻ ഇപ്പോൾ ആരാ? ഞാൻ തന്നെയല്ലേ. മകളെ വന്നാൽ നീ അതും അതിന് അപ്പുറമൊക്കെ വളർത്തി കൊടുത്തു. തള്ളക്ക് ചക്ക ചക്ക എന്നുള്ള ചിന്ത മാത്രമല്ല, അതിനൊക്കെ തുള്ളായിരുന്നു. എത്ര പെണ്ണെ ജി കാട്ടി വെച്ചിരിക്കണത്. ആ വറ്റും കൂട്ടാനും ഒക്കെ കൂടി അവിടെ കൊണ്ടുപോയിട്ടിരിക്കണത് എത്തിന് വേണ്ടിട്ടാ മളെ അത് കാട്ടിയത്. എന്റെ ചെക്കൻ എത്രങ്ങാനും പണിയെടുത്താണ്ട് കണ്ട് കൊണ്ടുവരുന്നെന്ന് അറിയോ? അത് അടിച്ചാക്ക എത്തിയാണ്ടാണ് പോലെ പണിയെടുക്കുന്നത്. അതുകൊണ്ട് കാണുമ്പോ തിരുവോർത്ത് മകൾക്ക് മുഴുവനൊക്കെ കുത്തുന്നല്ലോ. നിങ്ങൾക്ക് മകൾക്ക് തന്നെ വേറെ പണിയൊന്നുമില്ലേ? എന്റെ പെണ്ണമ്മ, ആ കണ്ട മറ്റിന് വേണ്ടിട്ടേ എന്റെ കുട്ടിയാക്ക് ഞാനേ ഹൃദയം വെട്ടാണ്ടാണ് കൊടുക്കുന്നത് അറിയോ? നിൽക്കാൻ സൗകര്യമില്ലെങ്കിൽ എന്റെ മാളോർക്ക് കൊണ്ടാണ്ട കഥയൊന്നും ഇപ്പല്ല. എന്റെ കുട്ടി ഇവിടെ നയിച്ചോണ്ടിരുന്നേ. നിൽക്കി നിങ്ങൾക്ക് തന്നാ നേരെ കൊണ്ടുവിടാൻ തന്നോളി. എന്റെ കുട്ടി കൊണ്ടുവരുമ്പോ പിന്നെ ഞാൻ എത്തിനാ എന്നോട് ഉണ്ടാക്കണോ? നിങ്ങളൊരു കുട്ടി നിന്നോളൂ. പോയാ മതിയായിരുന്നു. എന്റെ പെടുമ്പോ അടങ്ങി നിന്ന് വെച്ചിട്ടാ നിങ്ങൾ മോളോട് നോ പറയാം. നിങ്ങൾ മോള് വന്നാൽ തുടങ്ങാതെ ഇന്നെങ്ങനെ സൗകര്യം കത്തര് മാപ്പിനെ ഒന്ന് കൂട്ടിക്കൊണ്ടിണ്ടായിട്ട് ഇതിനെന്തിനാ അങ്ങനെ പെണ്ണിനെയും പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ കാട്ടിക്കുട്ടിയുടെ ഞങ്ങൾക്ക് എന്തെല്ലാം ഇവിടെ ചെയ്തു തരണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സൗകര്യം തരലുണ്ടോ? നാട്ടുകാരുടെ മുഴുവൻ എന്റെ കുറ്റം പറയും. മകൾ വന്നാൽ മകളോടും കുറ്റം പറയും. ഞാൻ ഒരാളോടും കുറ്റം പറയാൻ പോണില്ല. എന്നാ പോവില്ല. എന്നിട്ടേ നിങ്ങൾ എന്താണ് കണ്ടിട്ടുള്ളത്? ഞാൻ എന്റെ പാട് ഞാൻ പറഞ്ഞു ഇന്ന് കുറച്ചൊന്ന് കാര്യം ഇവിടെ അടങ്ങാറാക്കും. നിങ്ങള് നിങ്ങൾക്ക് പോയാണ്ട് എന്റെ പണം കൊണ്ട് കണ്ടുവാ. ഞാൻ കൊണ്ടുപോയി ഞാൻ കൊണ്ടുപോയി നേരണ്ട് ഞാൻ ഇങ്ങനെ സഹിച്ച് നിൽക്കണു. വിചാരം തല്ലണോ? മനസ്സിലാക്കണ്ടേ? തച്ചു ഇതുവരെ തച്ചിട്ടില്ല. ഇങ്ങനെ തച്ച് അടക്കി നിൽക്കാനുള്ള തീരുമാനം നിങ്ങൾക്ക് രണ്ടോക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല ഓർമ്മിച്ചോളി.